ഹോം ഷോപ്പ് സോളാർ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു IP64 റേറ്റഡ് ആയിട്ടുള്ള ഒരു സോളാർ ലൈറ്റാണിത്. ഇത് നമുക്ക് റിമോട്ടിലും കൺട്രോൾ ചെയ്യാം, അല്ലാതെ തന്നെ ഇതിനകത്ത് തന്നെ സ്വിച്ചും ഉണ്ട്. ഇതിൻ്റെ ലാമ്പ് സൈസ് വന്നിട്ട് 231x413x47 mm ആണ് ഇതിൻ്റെ ലാമ്പ് സൈസ് വരുന്നത്. അടുത്ത് സോളാർ പാനൽ സൈസ് വന്നിട്ട് 299x211x4 mm ആണ് സോളാർ പാനലിൻ്റെ ഇത് വരുന്നത്. അതായത് സോളാർ പാനൽ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഹൈ ലൈറ്റ്, വർക്കിംഗ് ടൈം വന്നിട്ട് 12 to 14 hours ആണ്. PIR സെൻസറുണ്ട്, 120° ആംഗിളാണ് ഇത് പറയുന്നത്. ഇനി ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ബോക്സിനുള്ളിൽ ഒരു റിമോട്ടുണ്ട്. ഇത് അതിൻ്റെ ക്ലാമ്പാണ്. ഇതാണ് ലൈറ്റ് വരുന്നത്. റിമോട്ടിൽ നമുക്ക് 2 ബാറ്ററി ഇൻക്ലൂഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ഓൺ ഓഫ് നമുക്ക് മോഡ് സെറ്റ് ചെയ്യാനുള്ളത്, പിന്നെ 3 hours AH, പിന്നെ സിഗ്നൽ, പിന്നെ ആട്ടോ 6 hours അങ്ങനെ സെറ്റ് ചെയ്യാനുള്ളതാണ് റിമോട്ട്. വളരെ ചെറിയൊരു റിമോട്ടാണിത്. നമുക്ക് കൈക്ക് ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു റിമോട്ടാണ്. AAA ബാറ്ററിയാണ് 2 യൂസ് ചെയ്യേണ്ടത്. നമ്മളൊരു ഈ AAA ബാറ്ററിയുടെ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ആ ബാറ്ററിയേക്കാളും കുറച്ചുകൂടെ വണ്ണം ഉണ്ടെന്നേ ഉള്ളൂ റിമോട്ടിന്. വളരെ ക്യൂട്ടായിട്ടുള്ള റിമോട്ടാണ്. നമുക്ക് ഇതിൽ റിമോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലാണ്ട് നമ്മൾ തന്നെ ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതിനകത്തൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇതിൽ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇവരുടേത് വന്നിട്ട് 5 watts മുതൽ 20 watts വരെ സോളാർ പാനൽ, അതായത് ഇതിൻ്റെ ബാക്കിൽ പാനൽ വരുന്നതുണ്ട്. അപ്പോൾ ആ പാനലിൻ്റെ അനുസരിച്ച് ലൈറ്റിൻ്റെ വാട്ട്സ് മാറിക്കൊണ്ടിരിക്കും. 50 watt to 400 watts ആണ് ഏറ്റവും വലിയ മോഡൽ വരുന്നത്. നമ്മളിതിപ്പോൾ എടുത്തിരിക്കുന്നത് 120 വാട്ടിൻ്റെതാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ രണ്ടാമത് കാണുന്നതാണ് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. അതിൽ വരുന്നത് 8 watt ഒരു പാനലാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 413x231x47 ആണ് വരുന്നത്. 2200 ലൂമിനസ് ആണ് ഇതിൽ വരുന്നത്. ഈ സെൻസർ ആംഗിൾ വന്നിട്ട് 120° ആണ്. ഓപ്പറേറ്റിംഗ് ഹവേഴ്സ് 12 to 14 hours ആണ്. പിന്നെ ABS പ്ലാസ്റ്റിക് ആണ്, ബ്ലാക്ക് കളറാണ്, IP65 റേറ്റഡ് ആണ്. നമുക്ക് പുറത്ത് മഴയത്തും വെയിലത്തും വയ്ക്കാൻ സാധിക്കുന്നതാണ്. ചാർജിങ് എബോവ് 5°C, ഡിസ്ചാർജ് എബോവ് 10°C, വർക്കിംഗ് ഹ്യൂമിഡിറ്റി 95% RH ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് റിമോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. റിമോട്ടിൻ്റെ യൂസേജ്, ഹൈലൈറ്റ്, PIR, ഇൻഡക്ഷൻ മോഡ്, അങ്ങനെയുള്ള മോഡ് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കുറച്ച് ഇൻഡിക്കേഷൻ ഉണ്ട്, അത് എന്തിനൊക്കെ ഉള്ളതാണ് എന്നൊക്കെ അടങ്ങുന്നതാണ് ഈ യൂസർ മാനുവൽ. അത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ പൗസ് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിൽ തന്നെ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസായിട്ട് നമ്മൾ എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ചാർജിൽ ഇത്രയും ചാർജ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇത് വാറണ്ടി ഉള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സർവീസോ എൻക്വയറിയോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് നമ്മളെ ഈ ലൈറ്റ് ഇവിടെ ക്ലാമ്പ് ചെയ്യുന്ന അതിനുള്ള ഒരു ക്ലാമ്പും സ്ക്രൂ സെറ്റും ആണുള്ളത്. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഒന്നുപോലും പുറത്തുനിന്ന് വാങ്ങേണ്ടതില്ല. 4 നട്ടും ബോൾട്ടും വെച്ചാണ്. ഒരു നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഇതിനകത്താണ് നമ്മൾ പൈപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ സോളാർ പാനൽ വരുന്നത്. അതായത് ബാക്ക് വശത്താണ് സോളാർ പാനൽ വരുന്നത്. അതിൻ്റെ മറു സൈഡിലാണ് ലൈറ്റ് വരുന്നത്. ഇത് 120 watts ആയതുകൊണ്ട് 2 സെറ്റായിട്ടാണ് ഇതിൽ ലൈറ്റ് വരുന്നത്. ഇത് ബാറ്ററിയുടെ ഇൻഡിക്കേഷനാണ്. ഇത് നമ്മളുടെ PIR സെൻസറാണ്. ഇത് ഓൺ ഓഫ് സ്വിച്ചാണ്. ഇതാണ് നമ്മളെ റിമോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്ന റിസീവർ വരുന്നത്. ഹോം ഹോപ്പ് എന്നുള്ള ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. നല്ല ക്ലിയർ ഗ്ലാസും കാര്യങ്ങളുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തുള്ള ക്ലാമ്പ് കാണിച്ചു തരാം.
ഇത് നമ്മൾ ചെവറിലാണ് ഉറപ്പിക്കുന്നതെങ്കിൽ 4 ആങ്കർ ബോൾട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം വന്നിട്ട് 6 mm ആങ്കർ ബോൾട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അടുത്തത് ക്ലാമ്പ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ളതാണ് ഈ നട്ടും ബോൾട്ടും. അതായത് നമ്മൾ പൈപ്പിലൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് തമ്മിൽ കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഐറ്റം. ഇതാണ് ക്ലാമ്പ് വരുന്നത്. ഇത് നമുക്ക് പൈപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈപ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. സ്ക്രൂ നട്ടും ബോൾട്ടും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലൈറ്റിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ഇതേപോലെയാണ്. ഞാൻ ഇപ്പോൾ ഒരു കാർ പോർച്ചിൻ്റെ അടിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പൈപ്പ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് സ്ക്രൂ ചെയ്തത്. അതിനുശേഷം ഇതിനകത്ത് ഇതേപോലെ ഇൻസർട്ട് ചെയ്ത് ഇതിലൊരു നട്ട് ബോൾട്ട് കൊണ്ട് നമുക്കത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇത് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണിത്. വളരെ സിമ്പിളായിട്ട് ആർക്കും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്.